സർ, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സംശയകരമായ പരിക്കുകളോ പാടുകളോ ശരീരത്തിൽ ഇല്ല. യഥാർത്ഥത്തിൽ അത് തൂങ്ങിയ മരണം തന്നെയാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സാറ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് ഒരാഴ്ച മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു. സാറ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടതാണ്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തിയപ്പോൾ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് CBI പറഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നവീൻ ബാബുവിന്റെ മരണത്തെ സംബന്ധിച്ച് കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്നാണ് CBI ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സാറ് എങ്ങനെ നോക്കിക്കാണുന്നു CBIയുടെ ഈ നീക്കത്തെ? സാധാരണഗതിയിൽ എത്ര പ്രമാദമായ കേസുകളാണെങ്കിൽ പോലും ഈ ഹൈക്കോടതിയിൽ ഒരുപാട് കേസുകൾ അങ്ങനെ വരാറുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വരും. കേരള പോലീസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും വരുന്നത്. അങ്ങനെ വരും. പ്രത്യേകിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന പേരിൽ അരങ്ങേറുന്ന സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ് അത് വരുന്നത്. അവിടെ അതിന് കേരള പോലീസ് ഇന്നും പല്ലും നഖവും ഉപയോഗിച്ച് അങ്ങ് എതിർക്കും. പാടില്ല, CBI അന്വേഷണം പാടില്ല, അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ അന്വേഷിക്കും, ഞങ്ങളെ ആളുകളെ ഞങ്ങൾ കൊല്ലുന്നതിന് നിങ്ങൾ എന്തിനാ പോകുന്നതെന്നുള്ള ഒരു രീതിയാണ്. ആ രീതിയിൽ ഇവർ തടസ്സം പറയാറുണ്ട്. അപ്പൊ CBI വരുമ്പോൾ അവർക്ക് CBIക്ക് ആണെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും. കാരണം ഇവിടെ പ്രോപ്പറായിട്ടുള്ള അസിസ്റ്റൻസ് അവർക്ക് കിട്ടത്തില്ല. അവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കാറുണ്ട്. ചിലപ്പോൾ അവർ താമസിച്ച മുറിക്ക് വാടക കൊടുത്തില്ലെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് ഗസ്റ്റ് ഹൗസുകളിലൊക്കെ അവർക്ക് ഉദ്യോഗസ്ഥരാണ്, അവർക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ സൗകര്യം കൊടുക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ ഉള്ള ശല്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മര്യാദയ്ക്ക് അവർക്ക് വേണ്ട സൗകര്യമെല്ലാം ചെയ്തു കൊടുത്തോണം. എന്ത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും യു ക്യാൻ അപ്രോച്ച് ഈ കോടതി നിങ്ങൾക്ക് വീണ്ടും വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം CBI പറയും അവർക്ക് സമയമില്ല, ജോലി തിരക്കാണ്, അല്ലെങ്കിൽ ആ മാൻ പവർ അവർക്ക് കുറവാണ്, ഇതൊക്കെ അവർ പറയാറുണ്ട്. അതൊന്നും ഞാൻ എടുക്കാത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് മാൻ പവർ ഇല്ലെങ്കിൽ മാൻ പവർ കൂട്ടിക്കൊള്ളണം എന്നുള്ള രീതി പോയിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഈ കേസ് നോക്കിക്കൊള്ളണം. ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം ഉള്ള ഒരു കേസായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതിന്റെ കാരണം ഈ PP ദിവ്യ എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ ആളാണ്. അപ്പോൾ വലിയ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ആയതുകൊണ്ട് ആയിരിക്കാം അവര് നോക്കിയപ്പോൾ ഈ അന്വേഷണത്തിൽ അത് ചോദിക്കുന്ന ഈ കഴമ്പുണ്ടെന്ന് CBIക്ക് തോന്നിയുകൊണ്ടാണ് CBI എടുത്ത് കോടതി ചോദിക്കും, നിങ്ങൾ എന്ത് പറയുന്നു, വാട്ട് ഡു യു സേ? അപ്പോൾ കോടതി വിട്ടു തന്നാൽ, കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ് എന്നാ പറയുന്നത്. അല്ലാതെ അങ്ങോട്ട് കയറി ഞങ്ങൾ അന്വേഷിച്ചോളാമെന്നൊന്നും പറഞ്ഞൊന്നുമല്ല. ഇതിങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോൾ കോടതി ഇത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞു. കാരണം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ADM ആണ് ഇവിടെ മരിച്ചതോ കൊല്ലപ്പെട്ടതോ, അതാണ് പ്രശ്നം. അപ്പോൾ അതിന് അവർക്ക് സംശയമുണ്ടെന്ന് പറയുന്നു. സംശയത്തിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അത് സംശയിക്കാൻ വളരെ വലിയ സാഹചര്യങ്ങളുണ്ട്. അത് CBI അന്വേഷിക്കാൻ തയ്യാറ്. CBIയുടെ അന്വേഷണം അല്ലാതെ ഇതിന് യാതൊരു പോംവഴിയും ഞാൻ കാണുന്നില്ല. സർ, പല കേസുകളിലും നമ്മൾ കാണാറുള്ളത് CBI ആ കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ വരുന്നത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ തെളിവുകളെല്ലാം നശിച്ച ശേഷമോ ആയിരിക്കും. പക്ഷേ നവീൻ ബാബുവിന്റെ കേസിൽ അതല്ല സംഭവിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ തങ്ങൾ കേസ് ഏറ്റെടുക്കാമെന്ന് CBI ഹൈക്കോടതിയിൽ പറയുകയാണ്. അതെന്തുകൊണ്ടായിരിക്കും CBI അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുക? CBIക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അത് ഈ റിട്ട് പെറ്റീഷൻ, ഈ കൊടുക്കുന്ന പെറ്റീഷൻ ഉണ്ടല്ലോ, അതിന്റെ കോപ്പി CBIയുടെ കൗൺസിലിന് കൊടുക്കും. അപ്പൊ CBIയുടെ അന്വേഷണം അതല്ല ആവശ്യപ്പെടുന്നത്. CBIക്ക് ഹൈക്കോടതിയിൽ ഒരു കൗൺസിലുണ്ട്, എപ്പോഴും കാണും, CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ. CBIയുടെ കൗൺസിലിന് കൊടുക്കുമ്പോൾ അത് പഠിക്കാനുള്ള അവസരം കിട്ടും. അപ്പൊ നേരത്തെ അത് പഠിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് കഴമ്പുണ്ടെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണമല്ലോ പറഞ്ഞത് ഇതുപോലെ ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ്, കോടതി വിട്ടാൽ അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ അത് ചോദിച്ചപ്പോൾ പറഞ്ഞാണ്, അല്ലാതെ അവർ ഒബ്ജക്റ്റ് ചെയ്തില്ല. പല മിക്കവാറും കേസുകളിൽ അവർ ഒബ്ജക്റ്റ് ചെയ്യും, സമയമില്ലെന്നോ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ ഇത് ഇത്രയും പ്രാധാന്യമുള്ള ഒരു കേസ് ആയതുകൊണ്ടാണ് ആയിരിക്കണം. അത് മാത്രമല്ല, അത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അത് ഈ കഴമ്പുണ്ടെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം CBIയുടെ കൗൺസിൽ അങ്ങനെ പറഞ്ഞേക്കുന്നത്. സർ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ഈ കേസ് CBIക്ക് വിടേണ്ട എന്നാണ്. സംസ്ഥാന പോലീസ് കൃത്യമായി നല്ല രീതിയിൽ തന്നെ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അപ്പോൾ ഈ സിദ്ധാർത്ഥന്റെ കേസ് വന്ന സമയത്ത് അത് CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാരിന് തടസ്സമുണ്ടായിരുന്നില്ല. അത് CBI അന്വേഷിച്ചിട്ടേ എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ
ഇവിടെ എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കേസിൽ CBI വരേണ്ട എന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുക്കുന്നത്? CBI പേടിച്ചിട്ടാണോ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പാണ് ഇതിൽ നിന്ന് വെളിയാവുന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി 2 കേസുകൾ, അതായത് വിഷ്ണു പ്രണോയിയുടെ ഒരു കേസുണ്ടായിരുന്നു, ഒരു കോളേജിൽ വെച്ചൊരു പയ്യൻ കൊല്ലപ്പെടുകയാണ്, അതിൻ്റെ കേസ് CBIക്ക് വിട്ടു. അപ്പോൾ വിഷ്ണു പ്രണോയിയുടെ മാതാവ് ഒന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെ വിടാതിരിക്കും? ഇതാണ്. അപ്പോൾ അതേപോലെ തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങൾ പറയുമ്പോൾ എങ്ങനെ വിടാതിരിക്കും എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഈ ഇരയോടൊപ്പമാണ്, അതായത് ഈ നവീൻ ബാബുവിനോടും കുടുംബത്തോടും ഒപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന് പറയുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഇതാ ഇരട്ടത്താപ്പെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇത് CBI അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ആ കാര്യം വെളിവരും. സത്യം വെളിവരുന്നതിന് എന്തിനാ ഭയക്കുന്നേ? അപ്പം മടിയിൽ വലിയ വാചകങ്ങൾ പറയുമല്ലോ, മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിക്കുണ്ടായിട്ടുള്ളൂ കേട്ടോ, കാള കിടക്കുന്നാൽ കയറോടും എന്നൊക്കെ പറഞ്ഞ് ഓരോ ഉദാഹരണങ്ങൾ പറയുമല്ലോ. ഇത് ഈ പറയുന്ന ആളിന് ഇതിനെന്താ കുഴപ്പം? ഇത് മനസ്സിലാക്കിയാൽ അത് ഇവിടെ ദിവ്യ ആയതുകൊണ്ടാണോ പ്രശ്നമായത്? ദിവ്യ ഇതിൽ പ്രതി ആയതുകൊണ്ടാണോ പ്രശ്നമായത്? അതുപോലെ തന്നെ ഇതിന് ഒരുപാട് അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ പ്രശാന്തന് സ്വന്തം പേര് പോലും അറിയാൻ വയ്യാത്ത ഒരുത്തനുണ്ട്. അവന് പ്രശാന്താന്നോ പ്രശാന്തൻ എന്നാന്നോ അവന് തന്നെ അറിഞ്ഞൂടാ. അവനെ അതുപോലെ ഒപ്പ് കേട്ടോ, ഒരുപാട് ഒപ്പ് ഇടും എന്ന് പറയുന്നവനാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറയുന്നതിനെതിരെ പോലും ഇത് അന്വേഷണമില്ല. അവൻ ഒരു കള്ളപ്പരാതി കൊടുത്തു, അത് അന്വേഷിക്കാൻ പറ്റത്തില്ല അവർക്ക്. കാരണം അത് AKG സെന്ററിൽ വെച്ച് പ്രിപ്പയർ ചെയ്തതാണെന്നുള്ളതിന് തെളിവുണ്ട് ആളുകളുടെ പക്കല്. ഇതാണ് പ്രശ്നം. ഇപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ അന്വേഷണം എങ്ങോട്ട് പോവും എന്നുള്ളതിനെ കുറിച്ച് ഇവർക്കൊരു ഊഹമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പല്ല് നഖവും ഉപയോഗിച്ച് എതിർക്കുന്നത്. അന്വേഷണം വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല, ഇവർക്ക് തന്നെ അന്വേഷിച്ചേ പറ്റൂ. അതാണ് കാര്യം. ഇത്ര വാശി എന്തിനാണ് ഈ CBI അന്വേഷണത്തിൽ വേണ്ടെന്ന് പറയാൻ? ഇത്രയും വാശി കാണിക്കേണ്ട കാര്യം എന്താണ് മനസ്സിലാക്കണ്ടേ? ആ കുടുംബത്തിന്റെ ആ വേദനയിൽ അത് പങ്കെടുക്കുന്നതിന് പകരം, അത് മനസ്സിലാക്കുന്നതിന് പകരം, അത് നോക്കുന്നതിന് പകരം ഇതെങ്ങനെങ്കിലും അന്വേഷണത്തെ തടസ്സപ്പെടുത്തും. അപ്പോ ഇതിനകം തന്നെ മാക്സിമം തെളിവുകൾ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമോ അന്വേഷണ സംഘവും അല്ലെങ്കിൽ തൽപര കക്ഷികളും? കാരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. സാറ് അങ്ങനെ തന്നെ സംശയിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ തുടക്കം മുതൽ തന്നെ പോലീസ് ശ്രമിച്ചത്? സോഫാർ ഏതാണ്ട് ഒരുമാതിരി തെളിവൊക്കെ നശിപ്പിച്ച് റെഡിയാക്കിയെടുത്തു. അങ്ങനെ പറ്റി. കാര്യം അതിന്റെ ഇൻക്വസ്റ്റ്, ധൃതി പിടിച്ച് നടത്തിയ ഇൻക്വസ്റ്റ്, ആ ഇൻക്വസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഫോറൻസിക് എവിഡൻസ് ഒന്നും കളക്ട് ചെയ്യാതെ ചെയ്തേക്കുന്ന ഇൻക്വസ്റ്റ്, അത് സെല്ലോഫ് ആൻഡ് ടേപ്പൊക്കെ ഉപയോഗിച്ച് ഈ പാമ്പിന്റെ അതിൽ നിന്ന് ഫൈബേഴ്സ് ഒക്കെ കളക്ട് ചെയ്യേണ്ടതാണ്, കഴുത്തിലെ ഫൈബേഴ്സ് കളക്ട് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം ചെയ്യണം. അതൊന്നും ഇത് ചെയ്ത് കാണത്തില്ല. ബാക്കി എനിക്കറിയില്ല, ഞാൻ റെക്കോർഡ് കണ്ടിട്ടില്ല, പക്ഷെ ചെയ്ത് കാണാൻ സാധ്യതയില്ല. ഇതങ്ങ് റെഡിയാക്കി ആദ്യം തന്നെ ഇവരങ്ങ് തീരുമാനമെടുത്തു ഇത് ആത്മഹത്യയാണെന്ന്. അതാണ് ഈ പോലീസിന് ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള വ്യഗ്രത എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന്റെ കാരണം ഈ കഴുത്തിലെ ഇത് ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് പറഞ്ഞതായിരിക്കും. അതിന്റെ കാരണം സൂയിസൈഡൽ ഹാങ്ങിങ്, ഡെത്ത് ഡ്യൂ ടു സൂയിസൈഡൽ ഹാങ്ങിങ്, ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്ന് എഴുതും. ഈ ഹാങ്ങിങ് തന്നെ 2 വിധത്തിലാവാം. അത് സൂയിസൈഡൽ ഹാങ്ങിങ് ആവാം, ഹോമിസൈഡൽ ഹാങ്ങിങ് ആവാം. അശക്തനായ വെറും 55 കിലോ തൂക്കം മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്, നവീൻ ബാബുവിന് ഉണ്ടായിരുന്നുള്ളൂ. 55 കിലോ തൂക്കമുള്ള ഒരാൾ, അയാൾക്ക് എന്തുമാത്രം ശക്തി ആരോഗ്യം കാണും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ 55 കിലോ തൂക്കം മാത്രമുള്ള ഒരാളെ എടുത്ത് കെട്ടിത്തൂക്കാൻ യാതൊരു ബന്ധപ്പാടുമില്ല 2-3 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ. അത് ഏതെങ്കിലും ഒരു ഇടിയും കാണും കൊടുത്താൽ അതിന് വരുത്തുമില്ല. അതായത് അതൊന്നും ഈ ആന്റിമോർട്ടർ ഇഞ്ചുറി ആയിട്ട് കാണാനും കിട്ടത്തില്ല ഈ പോസ്റ്റ്മോർട്ടത്തിൽ ശരിയായിട്ട് നടത്തിയാൽ പോലും. പക്ഷേ ഇവിടെ രക്തബന്ധുക്കൾ ഉണ്ടെങ്കിൽ, അതായത് അവർ തയ്യാറാണെങ്കിൽ, അവരുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിലാണ് അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം, അവരുടെ മൊഴി രേഖപ്പെടുത്തണം. ഇൻക്വസ്റ്റിന്റെ എനിക്ക് തോന്നുന്ന 9ാം കോളത്തിലാണ് അതെന്നാ എൻ്റെ ഓർമ്മ, പഴയ ഓർമ്മയാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ ഈയിടെ കാണാറില്ല. അതില് ഈ രക്തബന്ധുക്കൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ മൊഴി എടുക്കണം, അവർ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. എടുത്തിട്ടില്ല ഇതിനകത്ത്. അതേപോലെ പോസ്റ്റ്മോർട്ടം നടത്തിയത് എവിടാന്ന് നമുക്കറിയാമല്ലോ. ദിവ്യയുടെ ഭർത്താവും അതുപോലെ തന്നെ ഈ പ്രശാന്തനും അയാൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ വെച്ചാണ് അത് നടത്തിയേക്കുന്നത്. അതിനെ എതിർത്തപ്പോൾ പോലും, അതിന് സംശയം ദൃഷ്ടിയോടുകൂടി അവർ നോക്കിയപ്പോൾ പോലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കളക്ടറാണ്, ജില്ലാ കളക്ടറാണ് നിർബന്ധമായിട്ട് അത് പറഞ്ഞേക്കുന്നത്. വളരെ നല്ല ശരിയായിട്ട് നേരായിട്ട് ഇത് നടക്കണം എന്ന് പറഞ്ഞു പോയേക്കുന്നത് ജില്ലാ കളക്ടറാണ്.
അപ്പോൾ ജില്ലാ കളക്ടറുടെ റോള് ഇതുവരെയും കൃത്യമായി അന്വേഷിച്ചിട്ടില്ല എന്ന് തന്നെയാണോ? ദിവ്യയോടൊപ്പം തന്നെ കളക്ടറും സംശയ നിഴലിൽ തന്നെയാണ്. ഇനി CBI വരാതെ കളക്ടറുടെ റോൾ തെളിയില്ല എന്ന് തന്നെ വ്യക്തമാണല്ലേ? ഈ കളക്ടറുടെ റോള് എന്താണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. കാരണം അയാൾ മൊഴി മാറ്റി. ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതല്ല അയാൾ പിന്നെ പറയുന്നത്. ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു അഴിമതിക്കാരനും അല്ല, അഴിമതിയുടെ കറപുരളാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കളക്ടർ പോലീസിന് മൊഴി കൊടുത്തപ്പോൾ അതിനകത്ത് പതുക്കെ അങ്ങോട്ട് ഇന്ന്, അതായത് ഈ നവീൻ ബാബു അയാളുടെ ചേംബർ പോയി കണ്ട് കേട്ടോ, എന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞെന്ന്, അതായത് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന്. അതാണ്. അപ്പോൾ അയാളെ ആർക്ക് കള്ളനാക്കണം, അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കണം എന്ന് നോക്കിയാൽ ഇപ്പം നോക്ക്, ഈ PP ദിവ്യയെ കഴിയും ഒരു പടി മുന്നിലാണ് കളക്ടർ. കാരണം ഇത് കൺഫ്യൂസ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് അയാൾ അങ്ങോട്ട് ഏറ്റു പറഞ്ഞതായിട്ടാണ് ഈ കളക്ടർ പറഞ്ഞേക്കുന്നത്. കള്ളം പറയുകയാണ് അയാൾ. അയാളുടെ റോളിനെ കുറിച്ച് വല്ലതും അന്വേഷിച്ചിട്ടുണ്ടോ? അയാൾക്ക് ഇതിനകത്തുള്ള റോള് എന്താണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ഇനി ഇത് മാത്രമല്ല, ഈ PP ദിവ്യയെ ആക്ഷേപിച്ചു എന്നുള്ളതിലേക്ക് മാത്രം ഇത് കൊണ്ട് കെട്ടാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരിക്കലും ഈ കൊലപാതകമാണെങ്കിൽ ഇത് പുറത്തു വരരുത്. അതാ കാര്യം. അപ്പൊ ഇതേ സംഭവമുള്ളൂ. അത് പറഞ്ഞാലല്ലേ ആത്മഹത്യയാവുള്ളൂ, അല്ലെ വേറെ ഒന്നും പറയാൻ ഒക്കത്തില്ലല്ലോ. ബാക്കി എന്തൊക്കെ നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്നുള്ളത് CBI അന്വേഷിച്ചാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നവീൻ ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ള മറ്റ് ഫയലുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രശ്നമുണ്ട്, വൻ ഭൂമി ഇടപാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം മൂടി വെക്കാനാണ് നിർബന്ധമായിട്ടും, ഇതൊന്നും പുറത്തു വരരുത്. അതാണ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ആവശ്യം. കണ്ണൂർക്കാരനല്ലേ, അതായിരിക്കാം. ഒരുപാട് നേതാക്കളുമായിട്ട് അടുപ്പം കാണുമല്ലോ. ആരൊക്കെ ഇതിന്റെ പുറകെ കാണുമെന്ന് അറിയാമല്ലോ. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാ പോയി കെട്ടിപ്പിടിച്ചത് ഈ ദിവ്യ ഇറങ്ങിയപ്പോൾ. എന്നിട്ട് അവരുടെ കുടുംബത്തോടൊപ്പം എന്ന് പറയുന്നത് ആരെ കുടുംബത്തോടൊപ്പം ആയിരിക്കും? ദിവ്യയുടെ കുടുംബത്തോടൊപ്പമാണ്, അല്ലാതെ ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം അല്ലവര് ആരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയൊക്കെ തെളിവ് നശിപ്പിക്കാമോ അത് മുഴുവൻ നശിപ്പിച്ചു. കൂടെ പോയി അത് കത്തിച്ചിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് അടുത്ത വാചകം, അത് രണ്ട് പക്ഷമുണ്ടെന്ന്. അഴിമതി കാരനാണോ എന്നുള്ളതിനെ കുറിച്ച്. കാരണം ആർക്കാണ് ഈ നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കി കാണേണ്ടത്? ദിവ്യയ്ക്ക് വേണം, അഴിമതിക്കാരനാക്കണം കേട്ടോ. പ്രശാന്തിന് വേണം. ജില്ലാ കളക്ടർക്ക്, ഇതിലൊക്കെ മേളിൽ ജില്ലാ കളക്ടർക്ക് ആവശ്യമുണ്ട്. ഈ കളക്ടറുടെ ക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. കാരണം അയാളാ പറഞ്ഞ ഇതുപോലെ കൺഫ്യൂസ് ചെയ്ത കാര്യം, ഇങ്ങനെ പറഞ്ഞെന്ന്, എനിക്കൊരു തെറ്റ് പറ്റിയെന്ന്. പിന്നെ നവീൻ ബാബു അയാളടുത്ത് പോയി പറയാൻ പോവാ തെറ്റ് പറ്റിയെന്ന്. നല്ല സ്റ്റേണായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അയാളടുത്ത് പോയി പറയല്ലേ തെറ്റ് പറ്റിയെന്ന്. അയാൾക്ക് തെറ്റ് പറ്റിയാലും അയാൾ പറയത്തില്ലായിരുന്നു. അയാൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. ഇതിനകത്ത് നേരെ ചൊവ്വേ ചെയ്തു കൊടുത്ത ഒരു കാര്യമാണ്. അപ്പൊ അതിന് എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞെന്ന്. അതാ ഒരൊറ്റ കാരണം കൊണ്ട് ഇയാളെയും കൂടെ പ്രതി ചേർത്ത് അന്വേഷിക്കേണ്ടതാണ് ഈ കേസ്. അത് CBI അല്ലാതെ ഈ അന്വേഷണം ഇങ്ങോട്ടൊന്നും പോകത്തില്ല ഒരിക്കലും. സർ, പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് നവീൻ ബാബു ജീവൻ ഒടുക്കിയതാണ് എന്നും ദിവ്യ തന്റെ മേലുദ്യോഗസ്ഥരുടെ മുൻപിൽ വെച്ച് അധിക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമത്തിലാണ് തൂങ്ങി മരിച്ചത് എന്നുമാണ് പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. പോലീസ് റിപ്പോർട്ട് മൊത്തത്തിൽ വിശ്വാസത്തിലെടുക്കാമോ, അതോ എല്ലാം ദിവ്യയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണോ നടക്കുന്നത്? ദിവ്യയ്ക്കപ്പുറം മറ്റൊരു നേതാക്കളിലേക്കോ കളക്ടറിലേക്കോ അന്വേഷണം നീളേണ്ട എന്ന് ആരൊക്കെയോ തിരക്കഥ ഒരുക്കുന്നുണ്ടോ? ഉറപ്പാണ്. കാരണം ഇതിലെ വേറെ ഒരുപാട് കൈകളുണ്ട് ഇതിന്റെ പുറകിൽ. ഈ അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇതിനെ ഓരോന്നും ഇഴകീറി പരിശോധിക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി, അപ്പോൾ ബോധപൂർവമായ ഒരു ശ്രമം അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ആ നവീൻ ബാബുവിന്റെ മരണത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ എഴുതി കള്ള പെറ്റീഷൻ എഴുതി കൊടുത്തു. പക്ഷേ ആ പോർട്ടലിൽ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വന്നത്. എന്നിട്ടും ഇത് പോന്ന്. പക്ഷെ കോടതി വന്നപ്പോഴോ ഇത് മിണ്ടിയില്ല പ്രതിഭാഭാഷകൻ. ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ടേ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇത് മറച്ചു വെക്കാനുള്ള ഒരു വ്യഗ്രത, ആ പരാതി അങ്ങ് എഴുതിപ്പോയി. അതാണ് പ്രശ്നം വന്നത്. അത് എഴുതി അങ്ങ് കൊടുത്തതിന്റെ കോപ്പി നാട്ടുകാർക്ക് മൊത്തം വിതരണം ചെയ്തു. പിന്നെ ഇതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ നവീൻ ബാബുവിന്റെ ഒരു ഈ റെക്കോർഡ് ചെയ്യാനായിട്ട്, അതായത് ഈ ദിവ്യയുടെ ആ ദിവ്യമായ പ്രസംഗമുണ്ടല്ലോ, അത് റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ സ്ത്രീ ആളിനെ വിളിച്ചോണ്ട് പോയി, ഒരു ചാനൽ പ്രവർത്തകനെ വിളിച്ചോണ്ട് പോയിട്ട് ക്യാമറമാനെ കൊണ്ടുപോയി റെക്കോർഡ് ചെയ്തിട്ട് അത് മിനിറ്റുകൾക്കുള്ളിൽ ഇത് പത്തനംതിട്ടയിലെ ഒരുപാട് നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് ഏത് ഫോണിൽ നിന്ന് അയച്ചു കൊടുത്തു എന്നുള്ളത് കണ്ടുപിടിക്കാം, അന്വേഷിക്കണം, എന്നാലേ നോക്കൂ. കേരള പോലീസിന്
അത് അന്വേഷിക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്, അത് വരികയല്ല. അപ്പോൾ ഈ ഇതുപോലുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ കാണിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറഞ്ഞു കരയാൻ പോവല്ലേ. ഈ കരയുന്നവർ വിഷ്ണു പ്രണോയിയുടെ അമ്മ പറഞ്ഞു, അപ്പോൾ ആ കുടുംബത്തിന് ഇത് ആവശ്യം, സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഇതാവശ്യം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അബലകളായ 3 സ്ത്രീകൾ എന്ന് നമ്മൾ പറയുന്ന പോലെ, കാരണം ഭർത്താവ് മരിച്ചുപോയി അവരുടെ, അതാണ് വലിയ പ്രശ്നം. ഭർത്താവ് മരണപ്പെട്ടു, ഇല്ല, നാഥനില്ലാത്ത ഒരു വീടായിട്ട് മാറി. അവർക്ക് അങ്ങനെയുള്ള സ്ത്രീകളുടെ ഒരു ആവശ്യം വന്നപ്പോൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുക. കാരണം ഇത് അതിൻ്റെ ആവശ്യമില്ല, ഇവരങ്ങ് തീരുമാനിച്ചുള്ള ആവശ്യമില്ലെന്ന്. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും തുടക്കം മുതൽ തന്നെ സംശയം ഉന്നയിച്ചിരുന്നതാണ്. സാറും അങ്ങനെ സംശയിക്കാനുള്ള കാരണം എന്താണ്? ഈ കേസിൽ നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇത് ആരുടെ കൈകളാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ഇത് അന്വേഷണത്തിലൂടെ വെളിവാകും. ആ വെളിവാകുന്നതിനെ അന്വേഷണത്തെ ഇവർ ഭയക്കുകയാണ്. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും പറയുന്നത് ഇത് ആത്മഹത്യയാണ്, ആവശ്യമില്ല. ആത്മഹത്യയാണെന്ന് ഇവരെങ്ങനെ അങ്ങ് തീരുമാനിക്കുന്നത് ആത്മഹത്യയാണെന്ന്? ഇതൊരു സൂയിസൈഡൽ ഹാങ് ആണോ എന്നുള്ളതിൻ്റെ അത് റൂൾ ഔട്ട് ചെയ്യാൻ എന്താ മാർഗമുള്ളത്? ഒരു വീടും തുറന്നിട്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. ആ വീട് മുഴുവൻ തുറന്നു കിടക്കുകയാണ്, അതോ ഇവർ തല്ലിപ്പൊളിച്ച് തുറന്നാണോ എന്ന് അറിയത്തില്ല. വീട് തുറന്നു കിടന്നതാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ വീട് തുറന്നു കിടന്നുകൊണ്ട് ഒരാൾ സാധാരണഗതി ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ ഈ വീടുമൊക്കെ തുറന്നിട്ടിട്ട് ഞാൻ കിടന്ന് പിടയ്ക്കുമ്പോൾ എന്നെ വന്ന് രക്ഷിക്കണമെന്നും പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് കയറി തൂങ്ങുമോ? ഇതൊക്കെ മുഴുവൻ കള്ളത്തരമാണിത്, ഒരു സംശയമില്ല. ഇത് കൊന്നു കെട്ടിത്തൂക്കിയതാവാൻ ഒരുപാട് സാധ്യതയുണ്ട്, അല്ലെ കെട്ടിത്തൂക്കി കൊന്നതാവാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു കേസാണ്. എന്നിട്ട് പോലും ഇത് അന്വേഷിക്കേണ്ട, ആത്മഹത്യ തന്നെയാണ്. ഇവരങ്ങ് തീരുമാനിച്ചു ആത്മഹത്യയാണെന്ന്. ആ പോസ്റ്റ്മോർട്ടം പോലും ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് ആ ബോഡി കണ്ടാൽ തന്നെ അറിയാം അത് യഥാർത്ഥത്തിൽ ഈ നവീൻ ബാബുവിനെ ആ ചെതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ആ ശരീരം കണ്ട തല മുഴുവൻ തുറന്നിരിക്കുകയാണ്. അതെ, ബ്രെയിൻ പരിശോധിച്ചതായിട്ടുള്ളതിൻ്റെ യാതൊരു എവിഡൻസും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അത് ആദ്യം മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഏതായാലും അത് കത്തിച്ചു പോയി, നഷ്ടപ്പെട്ടു, ആ തെളിവുകളെ മുഴുവൻ നശിപ്പിച്ചു. ഇനി ഒന്നുമില്ല, ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് സ്കോപ്പ് ഇല്ലാതായി, ഒന്നും ചെയ്യാൻ മാർഗമില്ല. പക്ഷേ എങ്കിൽ പോലും സാഹചര്യ തെളിവുകളിൽ നിന്ന് ഈ കോർപ്പസ് ഡെലിക്റ്റീവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാഹചര്യ തെളിവുകളിൽ നിന്ന് ഇത് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു CBI അന്വേഷണം വന്നാൽ, CBI അന്വേഷണം വരാതെ ഇതിന് യാതൊരു കാരണവശാലും ഇതിലൊന്നും തെളിയാൻ പോകുന്നില്ല. ഗവൺമെൻറ് ഇതിനകത്ത് കൈകടത്തും. ഈ കേരള പോലീസ് അവരുടെ അജ്ഞാനവൃത്തികളായിട്ട് ഇതിൻ്റെ പുറകിലുള്ള ആളുകളുടെ അജ്ഞാനവൃത്തികളായിട്ട് മാറിയേക്കാണ്. ഇതിൽ കളക്ടർ റോൾ അന്വേഷിക്കണം, പ്രജൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് അന്വേഷിക്കണം, ദിവ്യയുടെ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കണം. അതുപോലെ തന്നെ നവീൻ ബാബു കൈകാര്യം ചെയ്തിരുന്ന ഫയലുകൾ എന്തെന്നൊക്കെ എല്ലാം നോക്കണം. ഈ കള്ള പരാതി ഉണ്ടായ സാഹചര്യമാണ് ഏതാണ്, അത് എഴുതിയത് ആരാണ് എന്നുള്ളതും അതൊരാളുടെ കൈപ്പടയിലാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു നേതാവ്, ആ നേതാവ് ആരാണെന്നും അത് എവിടെ വെച്ച് എഴുതിയെന്നും എന്തിന് ചമച്ചെന്നും ഉള്ളതിന് ഉത്തരം പറയണം അവർ ചോദിക്കുമ്പോൾ. അത് CBI അന്വേഷണത്തിൽ കൂടെ മാത്രമേ വെക്കുള്ളൂ. ഇതെല്ലാം മറച്ചു വെക്കാമെന്നുള്ള വ്യഗ്രതയിലാണ് നമ്മുടെ ബഹുമാനിയായ മുഖ്യമന്ത്രി. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ വഴിയിൽ ഭയപ്പെടുന്നത് എന്തിനാ? ഇപ്പൊ കനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇത് CBI അന്വേഷണം വരട്ടെ, നമുക്കറിയാം കനമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവർ CBI അന്വേഷണം ഹൈക്കോടതി ഓർഡർ ചെയ്താൽ പോലും ഇവർ നിർബന്ധമായിട്ടും വലിയ മുന്തിയ വക്കീലിനെ വിലക്കെടുത്ത് നേരെ സുപ്രീം കോടതിയിൽ തർക്കിക്കും. കാരണം കനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പുറത്തു വരരുതല്ലോ, മടിയിലെ കനം വെളിയിലേക്ക് വരരുതല്ലോ, അതാണ് പ്രശ്നം ഇവിടെ. സാർ, ഈ ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതും സാർ കൃത്യമായിട്ട് മുൻ വീഡിയോകളിൽ സൂചിപ്പിച്ചതാണ്. പക്ഷേ ഈ ഇൻക്വസ്റ്റ് സമയം ബന്ധുക്കളുടെ സാന്നിധ്യം ഇല്ലായിരുന്നുവെന്ന വാദം പോലീസ് തള്ളുന്നുണ്ട്. നിയമപ്രകാരം അത് നിർബന്ധമല്ല എന്നാണ് പോലീസിന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പിന്നീട് രേഖപ്പെടുത്തിയാൽ മതിയാവും. പരമാവധി 5 മണിക്കൂറിനുള്ളിൽ ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണമെന്ന സർക്കാരിന്റെ സർക്കുലർ നേരത്തെ തന്നെയുണ്ട്. സംഭവം നടന്ന 15 മണിക്കൂറിന് ശേഷമാണ് ബന്ധുക്കൾ കണ്ണൂരിൽ എത്തിയത് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ റിപ്പോർട്ട് നമുക്ക് എത്രത്തോളം മുഖവിലക്കെടുക്കാൻ പറ്റും? സർക്കാർ അല്ലെങ്കിൽ പോലീസ് പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട് ഈ ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ട്? നിർബന്ധമാണ്. ബന്ധുക്കൾ ഉണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിർബന്ധമാണ്. രക്തബന്ധുക്കള്, അതായത് ഒന്നിലെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ സഹോദരി, സഹോദരൻ, മക്കള്, ഇവരാരെങ്കിലൊക്കെ വേണം, നിർബന്ധമാണ്. ഭാര്യ, ഭർത്താവ്, ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കണം. കാരണം അതിന്റെ സുതാര്യത കൊണ്ടുവരാൻ വേണ്ടിയാണ്.
15 മണിക്കൂറിന് ശേഷം ഇവർ അവിടെ കണ്ണൂരെത്തിയെന്നൊക്കെ പറയുന്നത് കള്ളം പറയുന്നതാണ്. ഇവിടുന്ന് അവര് പാഞ്ഞു പോയതാണ് ഇതറിഞ്ഞപ്പോൾ പെട്ടെന്ന്. അതായത് ഞാൻ മനസ്സിലാക്കിയത് നവീൻ ബാബുവിൻ്റെ ഭാര്യ സഹോദരനും അതുപോലെ നവീൻ ബാബുവിൻ്റെ അനിയൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അവര് വളരെ ഇവിടുന്ന് അത്രത്തോളം സങ്കടപ്പെട്ട് പെട്ടെന്ന് പോയതാണ് അവര് അവിടെ. നവീൻ ബാബുവിൻ്റെ ഭാര്യ ഒന്നും പോയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി അന്നേരം ഇവര് ചെല്ലുമ്പോൾ ഇവർ രക്തബന്ധുക്കളാണ്. ഇതിൽ അനിയൻ എന്ന് പറയുന്ന ആള് രക്തബന്ധുവാണ്. ഉണ്ടെങ്കിൽ അവിടെ വെച്ച് അവിടെ ആ ഇൻക്വസ്റ്റ് സമയം ആ മൊഴി രേഖപ്പെടുത്തണം. അത് ആ ഇൻക്വസ്റ്റ് എന്ന് പറയുന്ന സാധനം എഴുതാൻ അറിയാൻ വയ്യാത്തവന്മാരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിനകത്ത് ഒരു പ്രിന്റഡ് ഫോമാണ്, അതിനകത്ത് കോളം തന്നെ ഉണ്ട് രക്തബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ. അത് എപ്പോഴെങ്കിലും ചെയ്താൽ മതിയോ ഇൻക്വസ്റ്റിന്? ഇവർക്ക് സംബന്ധിച്ചിടത്തോളം എപ്പോഴെങ്കിലും ചെയ്താൽ മതി. കാരണം തിരുത്തി നല്ല പരിചയമാണല്ലോ. ഈ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തോന്നുമ്പോൾ അതങ്ങ് എഴുതി ചേർത്താൽ മതി എന്ന് പറയുന്നവന്മാരെ എന്ത് പറയാൻ പറ്റും? ഇൻക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്വസ്റ്റിന്റെ നടപടി നടക്കുന്ന സമയത്ത് വേണം അത് ചെയ്യാൻ, മൊഴിയെടുക്കാൻ. ഈ മരിച്ചു കിടക്കുന്നത് എൻ്റെ ഇന്നാരാണ് എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നേ. അത് മരണത്തെ എനിക്ക് സംശയമുണ്ട്, അല്ലെ സംശയമില്ല, ആത്മഹത്യയാണ് എന്നൊക്കെ പറയുന്നത് അത് മൊഴി രേഖപ്പെടുത്താം. എന്തുകൊണ്ട് രേഖപ്പെടുത്തില്ല? അതിനൊക്കെ മുമ്പേ. കാരണം ഇത് ആ മൃതദേഹം എങ്ങനെ ഇരുന്നു എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് എങ്ങനെ ഇരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. ഇതങ്ങനെ കാണാൻ പറ്റില്ല. ഇതാ കാര്യം. അത് ശരിയായ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയവർക്ക് ആ രീതിയിലാണ്. ഒരു പ്രോപ്പറായിട്ടുള്ള പോസ്റ്റ്മോർട്ടം പോലും ഇതിനകത്ത് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കിനി അത് പറയാൻ ഒക്കത്തില്ല. കാരണം ആ ശവശരീരം മൃതദേഹം കത്തിച്ചുപോയി, ഒന്നും ചെയ്യാനൊക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ശരിയായ ഒരു അന്വേഷണത്തിൽ കൂടെ ഇതിൻ്റെ പിന്നിലുള്ള കള്ളക്കളികൾ മുഴുവൻ കൊണ്ടുവരാൻ പറ്റും. അത് ശരിയായിട്ട് അന്വേഷിക്കണം, എന്നാലേ പറ്റും. സാർ, മറ്റൊരു കാര്യമുള്ളത്, ലഭിച്ച സാക്ഷിമൊഴികളുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെയും അടിസ്ഥാനത്തിൽ കൊലപാതകത്തിന്റെ യാതൊരു സൂചനയും നിലവിൽ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് എന്ന നിലയിൽ തങ്ങൾക്ക് ആരെയും സംരക്ഷിക്കാൻ ഇല്ലെന്നും അന്വേഷണ സംഘത്തിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഇത് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതാണോ, അതോ പോലീസ് ആരെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇവർ പറയുന്ന ഒരു കാര്യവും വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞിട്ട് ഇത് ആദ്യം മുതലേ തന്നെ ഇത് ഒരുപാട് മാനിപ്പുലേഷൻസ് ഇതിനകത്ത് നടന്നു. ഒരുപാട് കൈകടത്തലുകൾ ഇത് വന്നു. ഇത് ശരിയായ രീതിയിലുള്ള ഒരു ഇൻക്വസ്റ്റ് ഇല്ല, ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം ഇല്ല, ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം പോലും ഇല്ല. അതായത് പരാതി എഴുതി കൊടുത്തു എന്ന് പറയുന്ന ആ പരാതിയെക്കുറിച്ചോ അയാളെക്കുറിച്ചോ ഒരു അന്വേഷണവും ഇല്ല. ഒരുത്തൻ പറയുക എനിക്ക് 2 ഒപ്പുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ടോണ്ടിരിക്കാൻ പൊട്ടന്മാരാണോ കേരള പോലീസ് എന്ന് പറയുന്നത്? പക്ഷേ ഇവർ പൊട്ടന്മാരായിപ്പോയി. കുറ്റമല്ല, കാരണം അവരെ പൊട്ടന്മാരാക്കിയേക്കാണ് ഇവിടെ രാഷ്ട്രീയ നേതൃത്വം. ഇതാണ് പ്രശ്നം വരുന്നത്. ഇതിൽ വലിയ കൈകടത്തലുകളുണ്ട്. അത് നിർബന്ധമായിട്ടും നല്ല ഒരു ശരിയായ അന്വേഷണത്തിൽ കൂടെ അത് വെളിക്കൊണ്ടുവരാൻ പറ്റൂ. പക്ഷെ കേരള പോലീസിന്റെ അന്വേഷണത്തിലൂടെ അത് ഒരിക്കലും വെളിയിൽ വരികയല്ല. സാർ, പെരിയ ഇരട്ട കൊലപാതക കേസിലടക്കം CBI വരാതിരിക്കാൻ വേണ്ടി കോടികൾ ഇറക്കിയാണ് പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ അഭിഭാഷകരെ ഇറക്കിയത്. CBIയെ അത്രത്തോളം പേടിയാണ് ഈ സർക്കാരിന്. അപ്പോൾ നവീൻ ബാബുവിന്റെ കേസിൽ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് CBI അന്വേഷണത്തിന് ഉത്തരവുണ്ടായാൽ അതിനെതിരെ സുപ്രീം കോടതിയിൽ പിണറായി സർക്കാർ പോകാനുള്ള സാധ്യത സാർ കാണുന്നുണ്ടോ? ഉറപ്പാണ്. ഇതിപ്പോ കേരള ഹൈക്കോടതി ഇത് അനുവദിച്ചില്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിർബന്ധമായിട്ടും നവീൻ ബാബുവിന്റെ കുടുംബം അവർ സുപ്രീം കോടതി പോകണം. അത് പോകേണ്ടതാണ്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണിത്. ഇത് ഒരുപാട് ദുരൂഹതകൾ ഇതിനകത്തുണ്ട്. അത് എണ്ണ ആ റിപ്പീറ്റേഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എണ്ണി പറഞ്ഞിട്ടുണ്ട്. അല്ല മുഴുവൻ എന്തൊക്കെയാണ് അതിലെ വരുന്ന ദുരൂഹതകളെന്ന് പറഞ്ഞിട്ടുണ്ട്. സംശയാസ്പദമായ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് വെളിയിൽ വരണമല്ലോ. വെളിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് തന്നെ ഒന്ന് മനസ്സിലാകണം ഇതെന്താണ്, ഇതിന്റെ കാരണം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. അത് ജനങ്ങൾക്കാനുള്ള അവകാശമുണ്ട്. അത് സർക്കാരിന്റെ ബാധ്യതയാണ് വെളിയിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ കണ്ണു അടച്ചിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന അങ്ങ് കേട്ടോണ്ടാ മതി, ഇത് ഇങ്ങനാണ്, ആത്മഹത്യയാണ്, തീർന്നു. ഇവർക്ക് എളുപ്പമാണല്ലോ പറയാൻ. ആത്മഹത്യയാണെന്ന് ഇവർക്ക് പറയാൻ വളരെ എളുപ്പമാണ്. കാരണം അതിലെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, അതിനെ കഴിഞ്ഞ് അത് തുടർന്നുള്ള ഒരു സംശയാസ്പദമായ രീതിയിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം, ഈ രീതിയിലൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പറയാം. കാരണം എന്താ, കാരണം ഇപ്പോൾ ഇനി കോർപ്പസ് ഡെലിറ്റി ഇല്ല, അതുകൊണ്ട് അത് ഒരു പോസ്റ്റ്മോർട്ടത്തിനുള്ള സ്കോപ്പ് ഇല്ല. പറയാം ഇത് ആത്മഹത്യയാണ് എന്ന് പറയുക. സാർ, ഈ CBIയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംശയമുള്ളത്,
സംസ്ഥാന സർക്കാർ എതിർത്തതുകൊണ്ട് മാത്രം ഒരു കേസ് CBIക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിക്കാമെന്നാണ് CBI പറഞ്ഞത്. പക്ഷേ സംസ്ഥാന സർക്കാർ അതിനെ എതിർക്കുകയാണ്. അപ്പോൾ ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്താണ്? ഏതൊക്കെ കേസുകളാണ് CBIക്ക് അന്വേഷിക്കാൻ കഴിയുക? സംസ്ഥാന സർക്കാർ എതിർത്തതുകൊണ്ട് മാത്രം CBIക്ക് വരാതിരിക്കാൻ പറ്റും? എൻ്റെ സർവീസ് കാലയളവിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 20ഓളം കേസുകളെങ്കിലും ഇതുപോലെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഏതാണ്ട് ഒരു 10ൽ പരം കേസുകൾ ഞാൻ CBIക്ക് അന്വേഷിക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അത് CBI അവസാനം അന്വേഷിക്കുന്നുണ്ടാക്കുക അങ്ങനെയുള്ള കേസുകൾ. അത് രാഷ്ട്രീയക്കാർ പ്രതികളായിട്ട് വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരും എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ കേരള സർക്കാർ നിർബന്ധമായിട്ടും അത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ, അവർ അതിനെ അങ്ങ് നഖശിഖാന്തം എതിർക്കും. അന്വേഷണമില്ല, അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ഇവിടെ പോയി അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, പ്രതികളെ എല്ലാം പിടിച്ചു. പ്രതികളൊക്കെ ഡമ്മികളായിരിക്കും പലപ്പോഴും അതിനകത്ത്. വാടകയ്ക്ക് ഇതിന് ആളുകളുണ്ട്. വീടിന് ചെലവും കൊടുത്തിട്ട് പ്രതികളെ ഇവരുടെ കയ്യിലുണ്ട് കൊടുക്കാൻ, സപ്ലൈ ചെയ്യും. അവരെഴുതി കൊടുക്കുന്ന പ്രതികളായിരിക്കും അതിൽ പലപ്പോഴും വരുന്നത്. യഥാർത്ഥ പ്രതികളാവണമെന്നില്ല. അങ്ങനെ ഉള്ള കേസുകൾ, ഒരുപാട് കേസുകൾ അയച്ചിട്ടുണ്ട്. ഒരൊറ്റ കേസിനകത്തും ഈ സംസ്ഥാന സർക്കാർ ഇങ്ങനെയുള്ളത് CBIക്ക് വിട്ടോളായി പറഞ്ഞ് ഇന്ന് വരെ വന്നിട്ടില്ല. എൻ്റെ അടുത്ത് വന്നിട്ടില്ല. CBIക്ക് വിടരുത് എന്ന് പറഞ്ഞങ്ങ് എതിർക്കും. ഈ മരിച്ചുപോയവൻ്റെ, കൊല്ലപ്പെട്ടവൻ്റെ അച്ഛനും അമ്മയും കേട്ടോ, അവൻ്റെ മാതാപിതാക്കളായിരിക്കും പലപ്പോഴും ഈ ആവശ്യക്കാർ ആയിട്ട് വരുന്നത്. അങ്ങനെ വരുന്നതന്നെ നമ്മൾ നോക്കിയിട്ട് ആ അന്വേഷണത്തിനകത്ത് പിഴവുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഞാൻ ഒരുപാട് എണ്ണം വിട്ടിട്ടുണ്ട്. CBIക്ക് അന്വേഷണം കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ആവശ്യം. അതിന് CBIക്ക് കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് എതിർക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. കേരള ഗവൺമെൻറ് എതിർത്താലും എതിർത്തില്ലേലും ശരി, CBIക്ക് കൊടുക്കാൻ ഹാൻഡ് ഓവർ ചെയ്യാൻ കോടതി ഓർഡർ ചെയ്താൽ CBI എടുത്തേ വെക്കുള്ളൂ. അങ്ങനെ CBIക്ക് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് പറയാം. ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്, ഞങ്ങൾ നോക്കി, ഇതിനകത്ത് ഈ ഫയൽ നോക്കിയിട്ട് ഒന്നും ഇതിനകത്ത് ഇല്ല. അങ്ങനെ ചിലത് വന്നിട്ടുണ്ട്. അങ്ങനെ വിടാതിരുന്നിട്ടുണ്ട് ഞാൻ. കാരണം ഇത് ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പുതിയതായിട്ടൊന്നും ഇനി എടുക്കാനില്ല. ഇത്രയും വർഷം കഴിഞ്ഞ് ഇനി ഇത് അന്വേഷിക്കാനൊന്നും വെച്ചാലൊന്നും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് CBI. ചിലത് പറയുമ്പോൾ അതിൻ്റെ വാസ്തവം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ CBIക്ക് കൊടുക്കത്തില്ല. CBIക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ നിർബന്ധമായിട്ട് CBI അന്വേഷിച്ചേ പറ്റുള്ളൂ. പിന്നെ CBIക്ക് ഒന്നും പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് കോടതിയുടെ തീരുമാനം അനുസരിച്ചിരിക്കും. പിന്നെ ഇതിൻ്റെ പുറയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കേരള ഹൈക്കോടതി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും സുപ്രീം കോടതിയിലേക്ക് ഇവർ ഈ നിലയ്ക്ക് പോവും. കാരണം ഇവർക്കിത് മറക്കേണ്ടത് അത്യാവശ്യം ഇവർക്കുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഇത്ര വാശി എന്താണ്, ഇത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞങ്ങ് എഴുതി കൊടുത്ത് ഇതിനെ ഇവിടെ അങ്ങ് അടയ്ക്കാനുള്ള വാശി, വ്യഗ്രത എന്താണ്? അപ്പം ഇവർക്കെന്താ നഷ്ടം വരുന്നത്? ഇപ്പോൾ CBI അന്വേഷിക്കുകയാണെങ്കിൽ കേരള ഗവൺമെൻറ് എന്തെങ്കിലും നഷ്ടമുണ്ടോ? CBIയുടെ ശമ്പളം കൊടുക്കുന്നതും ഉദ്യോഗസ്ഥരെ നോക്കുന്നതും ഒക്കെ സെൻട്രൽ ഗവൺമെൻറ്റാണ്, അല്ലാതെ ഇവരല്ല. ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന CBI അവര് ശമ്പളം കൊടുക്കുന്നത്, അല്ലാതെ ഇവരല്ല. ഇവർക്ക് എന്ത് നഷ്ടം ഇത് അന്വേഷിക്കുന്നതിന്? ഇവർക്ക് അത്രയും ജോലി കുറഞ്ഞെന്ന് വിചാരിച്ചാൽ പോരെ? ഇതൊന്നുമില്ലെങ്കിൽ ഈ കേരള പോലീസിൻ്റെ മുകളിലുള്ള ആക്ഷേപം ഉണ്ടല്ലോ, അതൊന്നും മാറിക്കിട്ടും ഇതൊന്ന് കൊടുത്താൽ. അതുപോലെ ഈ മടി കനമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പരിശോധന തന്നെ അറിയാം. അതാണ് പ്രശ്നം.